ഇപ്പോൾ ശ്രീ CP ജോൺ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ CP ജോൺ, ഈ പ്രഖ്യാപനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഗവൺമെന്റ് തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും കൃഷിക്കാർക്കും പണം വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ അതിനെ സ്വാഗതം ചെയ്യാണ്. നീണ്ട നിരവധി സമരങ്ങൾ നടന്നിട്ടും ആശാ വർക്കർമാർക്ക് പണം കൂട്ടി കൊടുക്കാത്ത ഗവൺമെന്റ് 1000 രൂപ കൊടുത്തു എന്നുള്ളത് സ്വാഗതാർഹം തന്നെയാണ്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമായിരുന്നു 27,000 ആശാ വർക്കർമാരുടെ കാര്യം ഇരിക്കട്ടെ. പക്ഷേ ഇന്നലെ നടത്തിയ പ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് ഞാൻ നോക്കി. എനിക്ക് ഇപ്പോഴും വ്യക്തമാവാത്ത കാര്യം താങ്കൾക്ക് അറിയാമെങ്കിൽ പറയണം. ഇതിന്റെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മെമ്മോറാണ്ടം എന്നാണല്ലോ സാധാരണ പറയുന്നത്. ആ ഫിനാൻഷ്യൽ മെമ്മോറാണ്ടം അറ്റാച്ച് ചെയ്യാതെ, അത് ചേർത്ത് വയ്ക്കാതെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. എന്തായാലും അസംബ്ലിയിൽ വരുമല്ലോ. അസംബ്ലി വരുമ്പോൾ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് എത്രയാണ്, അല്ലെങ്കിൽ മെമ്മോറാണ്ടം എന്താണ് എന്ന് പറയുമായിരിക്കും. അത് പറയുന്ന സന്ദർഭത്തിലാണ് മാത്രമാണ് നമുക്ക് ഈ പ്രഖ്യാപനം പൊള്ളയാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അതിൽ ഏറ്റവും വലിയ പ്രഖ്യാപനം ഏതാണ്ട് 33 ലക്ഷം സ്ത്രീകൾക്ക് 1000 രൂപ വീതം വർഷം കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ നമ്പർ വളരെ വലുതാണ്. 1000 രൂപ ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, കാരണം എണ്ണം 27,000 മാത്രമാണ്. ഇത് ഏതാണ്ട് 33 ലക്ഷം പേർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ വാർത്തകളിൽ കണ്ടത്. അങ്ങനെ വരുമ്പോ എത്ര വേണമെന്ന് നിങ്ങൾ കൂട്ടിയാൽ മതി. ഓരോ മാസവും 330 കോടി രൂപ ആവശ്യം വരും എന്ന് പറഞ്ഞാൽ 14,000 കോടി രൂപയുടെ ഒരു കമ്മിറ്റ്മെന്റ് ഒരു സ്കീമിന് മാത്രം. ആ തരത്തിൽ നിരവധി സ്കീമുകൾ പ്രഖ്യാപിക്കുമ്പോൾ ആകെ ചേർത്ത് വെച്ചാൽ ഈ സ്കീമുകളുടെ ആകെ ഫിനാൻഷ്യൽ മെമ്മോറാണ്ടം എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നമ്മുടെ പ്ലാനിന്റെ വലിയൊരു ഭാഗമായി തീരും, അല്ലെങ്കിൽ അതിനോളം വരുന്ന അതിനോട് താരതമ്യം ചെയ്യാവുന്ന വലിയൊരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് വരുന്നത്. നമുക്ക് ഇന്നത്തെ ഫിനാൻസ് എന്താ നമുക്ക് നോക്കാം. നമ്മുടെ ഈ വർഷത്തെ പദ്ധതി അടങ്കൽ 32,000 കോടിയാണ്. കഴിഞ്ഞ വർഷം 30,000 കോടിയാണ്. ആ 30,000 കോടിയിലെ 20,000 കോടി പോലും നടപ്പാക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കർഷകർക്ക് കൊടുക്കുന്ന 28 രൂപ, ആ 28 രൂപ 6 മാസത്തെ കുടിശ്ശികയാണ്. 3 ലക്ഷത്തിലധികം വരുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ക്ഷേമ പെൻഷൻ, അല്ലെങ്കിൽ അവരുടെ വിഹിത പെൻഷൻ, അത് 17 മാസമായിട്ട് കുടിശ്ശികയാണ്. അപ്പൊ ഇതൊക്കെ കുടിശ്ശിക തീർത്തിരുന്നെങ്കിൽ തന്നെ അത് വലിയൊരു നേട്ടമാണ്. അപ്പൊ ആ കുടിശ്ശികയെ കുറിച്ച് ഈ മെമ്മോറാണ്ടത്തിലോ അല്ലെങ്കിൽ ഈ പ്രഖ്യാപനങ്ങളിലോ ഒന്നും തന്നെ പറയുന്നില്ല. എന്നാൽ DA കുടിശ്ശിക ജീവനക്കാരുടെ കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അവരുടെ സ്റ്റാഫാണ് അവർക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചാൽ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രകടന പത്രിക പോലുള്ളൊരു പ്രഖ്യാപനം, ഇതിനെ ഞാൻ 2ാം പ്രകടന പത്രിക എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഞാൻ പരിഹസിക്കാനൊന്നുമില്ല. ഇപ്പൊ ചിലര് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് അടയ്ക്കാൻ പോകുന്ന കടയിലെ കിഴിവാണ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പരിഹസിക്കാനില്ല. പക്ഷേ ഇതിനെ സംബന്ധിച്ച കൃത്യമായ ഒരു കമ്മിറ്റ്മെന്റും കാര്യങ്ങളും കൊണ്ടുവരുന്നതിന്റെ സന്ദർഭത്തിൽ ഇതുവരെ കൊടുക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ ഇത്രാം തീയതി കൊടുക്കും എന്നൊരു കമ്മിറ്റ്മെന്റ് നമ്മൾ കാണുന്നില്ല. നെൽ കർഷകർക്ക്, റബ്ബർ കർഷകർക്ക്, ഇവർക്കെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊടുത്തിട്ടല്ല സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ കോപ്പറേറ്റീവ് സെക്ടർ തകർന്നടിഞ്ഞു പോയ 100 കണക്കിന് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ആ സൊസൈറ്റികളെ ഒന്ന് റിവൈവ് ചെയ്യാനുള്ള ഒരു പാക്കേജ്, അതേക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. അത് ഈ സംസാരിച്ച കാര്യങ്ങൾ തന്നെ നടപ്പിലാക്കുവാനായിട്ട് 10,000 കോടിയാണ് പറയുന്നത്. പക്ഷേ അതേസമയത്ത് തന്നെ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുകയും ചെയ്യുന്നു. അതിനൊരു പ്രധാന കാരണം കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ അതിനോട് യോജിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ. കേന്ദ്രത്തിൽ നിന്ന് ഈ 58,000 കോടിയുടെ കണക്കാണ് KN ബാലഗോപാൽ ഇന്ന് രാവിലെയും പറഞ്ഞത്. അപ്പോൾ ഇതിനിടെ സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത് പറയുകയും മറുവശത്ത് 10,000 കോടിയുടെ ബാധ്യത ഏറ്റെടുക്കുകയാണ് എന്ന് പറയുന്നതും തമ്മിലുള്ള വൈരുദ്ധ്യം, അതാണോ താങ്കളും ഉദ്ദേശിക്കുന്നത്? വളരെ വലിയ വൈരുദ്ധ്യമാണ്. അതായത് 10,000 കോടി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാനിന്റെ 1/3. പ്ലാൻ തന്നെ പകുതി നടപ്പാക്കുന്നത്. വികസന പദ്ധതികളാണല്ലോ ഗവൺമെന്റിന്റെ ഏറ്റവും അടിത്തറയായിട്ടുള്ള കാര്യം. പഞ്ചായത്തുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കേണ്ട 7,500 കോടി റുപ്യ മാത്രമാണ്. 1,200 ലോക്കൽ ഗവൺമെന്റുകൾക്കും കൂടി കൊടുക്കേണ്ടത് വികസന ഫണ്ട് 7,500 കോടി മാത്രമാണ്. ആ 7,500 കോടിയിൽ 5,000 മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്രോക്സിമേറ്റ്ലി. അപ്പൊ ആ 2,500 കൊടുത്തിരുന്നെങ്കിൽ ഈ പഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ പഞ്ചായത്തുകളിലും ഓരോ മുക്കിലും മൂലയിലും പണം എത്തുമായിരുന്നു. ഓരോ കൊച്ചു ഇടവഴികളിൽ പോലും പണം എത്തുമായിരുന്നു. അപ്പൊ ഇത് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം. അപ്പൊ കേന്ദ്രം തരുന്നില്ല എന്ന് പറയുമ്പോൾ
കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞ ഒന്നും കൊടുക്കാൻ ബാക്കിയില്ല. എന്നാൽ സംസ്ഥാന പഞ്ചായത്തുകൾക്ക് കൊടുക്കാം എന്ന് അപ്പൻഡിക്സ് 4 കൂടെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച രേഖകളിൽ കൂടെ പ്രഖ്യാപിച്ച കാര്യം പോലും കൊടുത്തില്ല. എന്നാൽ കേന്ദ്രത്തിൽ കുടിശ്ശികയൊന്നുമില്ല. പക്ഷെ കേന്ദ്രം ചെയ്യുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന പുതിയൊരു പദ്ധതി, ആ പദ്ധതിയുടെ പൈസ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിന്? PMC ഒപ്പിട്ടില്ല എന്ന പേരിൽ. അതിനുവേണ്ടി PMC ഒപ്പിട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ 1000 കോടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമെന്നാണ് കഴിഞ്ഞ ആഴ്ച ഗവൺമെന്റ് പറഞ്ഞത്. ഇപ്പൊ 10,000 കോടി എന്ന് പറഞ്ഞ ഒരു പ്രശ്നമല്ല എന്നാണ് അതേ ഗവൺമെന്റ്. ഒരു കാര്യം കൂടി ശ്രീ CP ജോൺ, ഫ്രീബീസ് ആയിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റുമോ? സുപ്രീം കോടതി തന്നെ ഫ്രീബീസിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളതാണല്ലോ. തീർച്ചയായും അത് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. ആ ഫ്രീബീസ് പ്രഖ്യാപിക്കുന്നത് അശാസ്ത്രീയമാണെന്ന് സുപ്രീം കോർട്ടിന്റെ വിധിയുണ്ട്. ഞാനത് വീണ്ടും എടുത്ത് വായിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ അത് പഠിക്കണം, ആ വിധി എന്താണെന്നുള്ളത്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മെമ്മോറാണ്ടം ഇല്ലാതെ പറയരുതെന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. അല്ലാതെ ജനങ്ങൾക്കൊന്നും കൊടുക്കാനും പാടില്ല എന്ന അഭിപ്രായം എനിക്കില്ല. പ്രത്യേകിച്ച് സ്കീം തൊഴിലാളികളാണ് എന്ന് പറയുമ്പോൾ അംഗൻവാടി, അതേപോലെ തന്നെ ആശാ വർക്കർ, പാചക തൊഴിലാളി ഒക്കെ തൊഴിലാളിയാണ്. അപ്പൊ ആ തൊഴിലാളിക്ക് കൂലി കൂട്ടി കൊടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ സ്കീമായിട്ട് വന്നിട്ടുള്ളത് സ്ത്രീകൾക്ക് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള തൊഴിലെടുക്കുന്ന സ്ത്രീകളാണ് അവര്. ആ സ്ത്രീകളിൽ പാവപ്പെട്ട ആളുകളാണ്. അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് കൊടുക്കാൻ വേറൊരു റൂട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരുന്നു. ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ സ്കീമുള്ള ഇപ്പൊ ഈ പറയുന്ന ആളുകൾക്ക് 330 റുപ്യ കൊടുക്കുന്ന കൂട്ടത്തിൽ അവർക്ക് 200 റുപ്യ അല്ലെങ്കിൽ 500 റുപ്യ എത്ര കൂട്ടി കൊടുക്കാൻ വളരെ ഈസിയാണ്. പക്ഷേ ഇതിപ്പോ പുതിയൊരു സ്കീമായിട്ട് വന്നിരിക്കുന്നു. ഞാനതിനെതിരല്ല. പക്ഷേ ഇതിന്റെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റും ഫിനാൻഷ്യൽ മെമ്മോറാണ്ടവും കൃത്യതയില്ലാത്ത തരത്തിൽ ഒരു 2ാം പ്രകടന പത്രിക, സാധാരണ ഇലക്ഷന് മുമ്പ് ഇറക്കുന്ന പ്രകടന പത്രിക ഇലക്ഷൻ കഴിഞ്ഞാൽ നടപ്പാക്കണം എന്നാണ് പറയുക. ഇതിപ്പോ ഭരിക്കുന്ന ഒരു കക്ഷി പ്രകടന പത്രിക ഇറക്കുന്നത് ആദ്യമായിട്ടാണ്. ശ്രീ CP ജോൺ, അല്പനേരം കൂടി ടെലിഫോൺ ലൈനിൽ തുടരുക.